മകനായി മാറ്റിയോനേ, പേരു ചൊല്ലി എന്നെ വിളിച്ചു, തന്റെ നീതിയാക്കി എന്നെ മാറ്റി. അവകാശി ഞാൻ, യജമാനൻ ഞാൻ, സ്വന്തം പുത്രനായി എന്നെ മാറ്റിയേ. ഇത് കൃപയുടെ നേരം, ഇത് കൃപയുടെ നേരം, ഇത് കൃപയുടെ നേരം. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. യേശുക്രിസ്തുവിൽ ഉള്ള ഒരു വ്യക്തിക്ക് ശാപമില്ല. യേശുക്രിസ്തുവിലായവർക്ക് ശാപമില്ല. എന്നാൽ എങ്ങനെ ശപിക്കപ്പെടാം, എങ്ങനെ ശാപഗ്രസ്തമാകാം, അല്ലെങ്കിൽ ചില കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശാപഗ്രസ്തമായ അന്തരീക്ഷത്തിൽ കിടക്കുന്നു. ഇപ്പം നമ്മൾ കേൾക്കാറൊക്കെ ഉള്ള പൊതുവിൽ നടക്കുന്ന ശുശ്രൂഷകളാണ് ശാപവിമുക്തി ശുശ്രൂഷകൾ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ശാപത്തിൽ നിന്നുള്ള ഒരു വിമുക്തിയാണ് അതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി ശാപത്തിൻ്റെ കീഴിലാകുന്നത്? യേശുക്രിസ്തുവിലുള്ളവർക്ക് ശാപമില്ലല്ലോ. അപ്പം എങ്ങനെ ഒരു വ്യക്തിക്ക് ശാപത്തിൻ്റെ കീഴിലാകാം? നമ്മുടെ ശാപം എവിടെയാണ് മാറിയത്? ഇതാണ് കേൾക്കുവാൻ പോകുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് റെലവന്റ് ടോപ്പിക്. ഇതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ദയവായി ആദ്യമേ ശ്രദ്ധിക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഗലേഷ്യൻസ് 3:13. 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അടുത്ത വാക്യോട് ഒന്ന് വായിച്ചാൽ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ പ്രാപിപ്പാൻ തന്നെ. ഇവിടെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ശാപമില്ല. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ ശാപം വഹിക്കേണ്ടതിന് യേശു മരത്തിന്മേൽ തൂങ്ങി. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കെ മരത്തിന്മേൽ തൂങ്ങി നിങ്ങളുടെ ശാപം യേശു ഏറ്റെടുത്തത് കൊണ്ട്, ഇങ്ങനെ നിങ്ങളുടെ ശാപം ഏറ്റെടുത്ത യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കയറി. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഇനി ശാപം അവശേഷിക്കുന്നില്ല. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങി എന്ന് വിശ്വസിക്കുന്ന അത്രയും പേരും കരമുയർത്തി ഈ ആരംഭ സമയത്ത് തന്നെ എന്നോട് ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് നമുക്ക് പോകാം. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരത്തിന്മേൽ തൂങ്ങി എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ പേരും ആ 2 കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഇനി മേലാൽ ഞാൻ ശാപത്തിലല്ല. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇനി മേലാൽ ഞാൻ ശാപത്തിലല്ല. പിന്നെ നിങ്ങൾ ഏതിലേക്കാണ് വന്നിരിക്കുന്നത്? അബ്രഹാമിന്റെ അനുഗ്രഹം. താഴെ വായിക്കുന്ന ഒന്ന് വേണമെങ്കിൽ വായിച്ചു. 14-ാമത്തെ വാക്യം, ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്കാണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. സോ നിങ്ങൾ ശാപത്തിലായിരുന്നു, എന്നാൽ യേശു മരത്തിന്മേൽ തൂങ്ങി ശാപം ഏറ്റെടുത്തു എന്ന് എപ്പോ വിശ്വസിച്ചോ അപ്പം അനുഗ്രഹത്തിന് വഴി മാറി. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇന്നിനി ആര് ശപിച്ചിട്ട് ഒരു കാര്യമില്ല. ശപിക്കപ്പെടുന്തോറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പഴിവാക്കുകൾ പറയുന്തോറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾക്കറിയാം ഇനി ഒരു ശാപവും ഫലിക്കയില്ല. ഒരു ശാപവും ഫലിക്കാതിരിക്കാൻ വേണ്ടി യേശു എൻ്റെ ശാപം വഹിച്ചു. ഹല്ലേലൂയ. നിങ്ങളെ നിരന്തരമായി ശപിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഒരൽപ്പം പോലും അവരോട് എതിർപ്പ് കാണിക്കേണ്ട. നല്ലതായിട്ട്
നന്നായിട്ട് അവരെ ചിരിച്ച് കാണിച്ചേക്കണം. കാരണം ഈ വചനം നിങ്ങൾക്കറിയാം. ഗലാത്യർ 3:13 വചനം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കെ എന്റെ ശാപം മാറാൻ വേണ്ടി യേശു മരത്തിന്മേൽ തൂങ്ങി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇതാണ് സത്യവാസ്തവം. യേശുക്രിസ്തുവിലുള്ളവർക്ക് ശാപമില്ല. അപ്പൊ പിന്നെ എങ്ങനെ ശാപത്തിലേക്ക് മടങ്ങിപ്പോകാം? പിന്നെ എങ്ങനെ ശപിക്കപ്പെടാം? പിന്നെ ശാപത്തിന്റെ കീഴിൽ എങ്ങനെയാണ് വ്യക്തികളാകുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകയാൽ നന്നായിട്ട് ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും. എങ്ങനെയാണ് ഇന്ന് ശാപത്തിന്റെ കീഴിലാകാൻ കഴിയുന്നത്? 10-ാമത്തെ വാക്യം വായിച്ചിട്ട് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 10-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ കീഴാകുന്നു. ശ്രദ്ധിച്ച് കേട്ടെ പ്രിയമുള്ളവരെ. അത് ഗലാത്യർ 3:13 പറഞ്ഞു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശാപമായി മാറിയതിനാൽ ആ ശപിക്കപ്പെട്ട യേശുവിനെ വിശ്വസിച്ചവർ ഇനി മേല ശാപമല്ല, അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് അവർ കയറിയിരിക്കുകയാണ്. എന്നിട്ട് 10-ാം വാക്യത്തിൽ വിശദീകരിക്കും പറയുകയാണ്, ഇനി എങ്ങനെ ശാപത്തിലേക്ക് പോകാം? ന്യായപ്രമാണത്തിന്റെ എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും. അത്രേ അങ്ങ് നീട്ടിപ്പിടിച്ച സാധാരണക്കാരന് മനസ്സിലാകില്ല. എന്റെ കേൾവിക്കാർ എപ്പോഴും സാധാരണക്കാരാകെ ഞാൻ ആ പദത്തെ ഒന്ന് വിഭജിക്കാം. പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന്റെ കീഴാകുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന, ഒന്ന് മുറിച്ച് പറഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാകും. പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന്റെ കീഴിലാകുന്നു. വിശ്വാസത്തിൽ ആശ്രയിക്കുന്ന ഏവനും അനുഗ്രഹത്തിന്റെ കീഴിലാകുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം സാധാരണക്കാരൻ മനസ്സിലാൻ വേണ്ടി. പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോ ശാപത്തിന് കീഴിലാകുന്നു. വിശ്വാസത്തിൽ ആശ്രയിക്കുമ്പോ അനുഗ്രഹത്തിന്റെ കീഴിലാകുന്നു. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോ എന്താ പറ്റുന്നേ? വിശ്വാസത്തിൽ ആശ്രയിക്കുമ്പോ എന്താ പറ്റുന്നേ? ഇത് രണ്ടും ഇവിടെ ഉണ്ട്. 10-ാം വാക്യം ഒന്നുകൂടെ തൊട്ടു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവന് ശാപത്തിന്റെ കീഴിലാകുന്നു. എന്തുകൊണ്ട്? ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിന്റെ കീഴിലാന്ന് പറഞ്ഞത്? ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്നവൻ അതിനുള്ളത് മുഴുവൻ ചെയ്യാൻ തന്നെ വിധേയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ചെയ്താൽ അനുഗ്രഹം, ചെയ്തില്ലേൽ ശാപം. അതുകൊണ്ട് തന്നെ 418 കൽപ്പനകളിൽ ഒരെണ്ണം ലംഘിക്കുന്ന ഒരുവൻ, ലിഖിത 10 കൽപ്പന, ആ ലിഖിത കൽപ്പനയിൽ 418 അലിഖിത കൽപ്പനകൾ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ന്യായപ്രമാണം. എഴുതപ്പെട്ട ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി എന്ന് വിശേഷിപ്പിച്ച് അതിനെയായിരുന്നു. അപ്പൊ ഈ 418 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്നിൽ വീഴാത്ത ഒരുവൻ പോലുമില്ല. 418 കൽപ്പനകളിൽ ഒരെണ്ണത്തിൽ പോലും വീഴാത്ത ഒറ്റ ഒരാളെ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. വേറെ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഏതിലെങ്കിലും വീഴുന്നവരാണ്. ഇങ്ങനെ ഏതിലെങ്കിലും വീഴുന്നവരെല്ലാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവനെല്ലാം അത് ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കേട്ടോ വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചവനെ. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ചെയ്യാത്തവനെല്ലാം. മേളിൽ പറഞ്ഞു പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവനെല്ലാം. താഴെ പറയുന്നു ചെയ്യാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ശാപത്തിന്റെ കീഴിൽ. ചെയ്യാത്തവനെല്ലാം ശാപത്തിന്റെ കീഴിൽ. അപ്പൊ എങ്ങനെ ഒരു വ്യക്തിക്ക് മരത്തിന്മേൽ തൂങ്ങിയ യേശു ശാപം വഹിച്ചിട്ടും ശാപത്തിന്റെ കീഴിലാകാൻ കഴിയും? വെരി സിമ്പിൾ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തിയിലോട്ടൊന്ന് പോയാൽ മതി. എങ്ങോട്ടാവും എന്നറിയാമോ? ഹല്ലേലൂയ. ശാപത്തിന്റെ കീഴിലാവും. സാധാരണക്കാരൻ ഇത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ ഇന്ന് നിങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ആരെങ്കിലും എന്നെ ശപിക്കുമ്പോഴാ ഞാൻ ശാപത്തിന്റെ കീഴിലാകുന്ന. നോ. ഈ മരത്തിന്മേൽ യേശു തൂങ്ങിയപ്പോ എന്റെ ശാപം വഹിച്ചു എന്ന വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങി എന്റെ ശാപം മാറാൻ വേണ്ടി
ഞാൻ ഇനി എന്നേലും ഒക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ക്ഷണത്തിൽ വാസ്തവത്തിൽ നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് അല്ല കയറുന്നത്, ശാപത്തിലേക്ക് വീഴുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. കാരണം ലിഖിത കൽപ്പനകളുടെ ലംഘനമാണ് ശാപത്തിന് കാരണമായി പഴയ നിയമത്താളുകളിൽ ആമേൻ എഴുതി വെച്ചിരുന്നത്. ചെയ്യുന്നവൻ അനുഗ്രഹം, ചെയ്യാത്തവന് ശാപം. താഴേക്ക് അത് വിശദീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 11-ാം വാക്യം ഒന്ന് വായിച്ചു. ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ലല്ലോ എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടിവരയിടുക. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ഒന്നും ചെയ്ത് ശാപത്തെ പൊട്ടിക്കുകയല്ല. 2015 വർഷങ്ങൾക്ക് മുമ്പ് മരത്തിന്മേൽ കുരിശിൽ തൂങ്ങിയ യേശു എന്റെ ശാപം വഹിച്ചു എന്ന് ഒരു സാധാരണക്കാരൻ ഹൃദയം തുറന്ന് വിശ്വസിക്കുമ്പോൾ അവന്റെ വീട്ടിൽ നിന്ന്, അവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് സകല ശാപങ്ങളും പൊട്ടിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഇനി എങ്ങനെ ആ വ്യക്തിക്ക് ശാപത്തിൽ തുടരാനായിട്ട് കഴിയും? ഏത് വിശ്വാസത്താൽ ശാപം പൊട്ടിച്ചോ ആ വിശ്വാസത്തിൽ നിന്ന് ആ വ്യക്തി ഇറങ്ങി പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പം 10-ാം വാക്യം തുടങ്ങിയപ്പോൾ അത് പറഞ്ഞു, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന്റെ കീഴിലാകുന്നു. സോ വർക്ക് ലീഡ് us to the curse and faith lead us to the blessings. അതാണ് ഇവിടുത്തെ വാക്ക്. ശ്രദ്ധിച്ച് കേൾക്കുക. പ്രവർത്തികൾ ശാപത്തിലേക്ക് കൊണ്ടുപോകുന്നു, വിശ്വാസം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇനി എന്തുകൊണ്ടാണ് യേശുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടത്? ഇവിടെ താഴെ പറയുമ്പോ ഹല്ലേലൂയ 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് താഴത്തെ വാക്യം വായിച്ചേ. അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അതാണ് ഇവിടുത്തെ ചിന്ത. അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ ജാതികൾക്ക് വരണം. അബ്രഹാമും ജാതികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നോക്കിയേ. അബ്രഹാം എന്ന് പറയുന്ന ആളെ യഹൂദനാ. അയാളും ജാതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരാൻ വേണ്ടി അബ്രഹാം എന്ന് പറയുന്ന യഹൂദനിൽ ഒരു ജാതികളെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ജനിപ്പിച്ചു. ആ വ്യക്തിയുടെ പേരായിരുന്നു യേശു. അതാ മത്തായി തുടങ്ങും പറയുന്നത്, അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിലൂടെ വന്ന അനുഗ്രഹം യഹൂദന്മാരിലേക്കാ വന്നത്. പക്ഷെ യേശു ക്രിസ്തുവിൽ വന്നപ്പോൾ ഇതാ ആ സന്തതി പരമ്പരയിലൂടെ വന്ന അനുഗ്രഹം ജാതികളിലേക്ക് വരികയാണ്. അപ്പൊ യേശു വഴിയാണ് ആ അനുഗ്രഹം നമ്മിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ആദ്യമായി എഴുതേണ്ടിയ ചിന്ത. യേശു വഴിയാണ് ആ അനുഗ്രഹം നമ്മിലേക്ക് വന്നത്. ഈ യേശു വഴിയായിട്ട് അനുഗ്രഹം വരാൻ വേണ്ടി യേശു എന്താ ചെയ്തത്? അതാ മേളി വായിക്കുന്നത്. ഇനി നിങ്ങൾ വായിക്കേണ്ടി വാക്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ തന്നെ 3-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കിയേ. 12-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. നിയമത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. പിന്നെയോ അത് ചെയ്യുന്നവൻ. കണ്ടോ, ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. കണ്ടോ, വിശ്വസിച്ചിട്ട് അവിടെ കാര്യമില്ല. ന്യായപ്രമാണത്തിന് കീഴിൽ വിശ്വസിച്ച് ശാപം പൊട്ടുകയല്ല. ന്യായപ്രമാണത്തിന് കീഴിൽ ചെയ്യുന്നതിലാ കാര്യം. എത്ര കൂടുതൽ ചെയ്യുന്നോ അതിലാ കാര്യം. പക്ഷേ ചെയ്തുകൊണ്ട് ആർക്കും ദൈവസന്നിധി നീതിമാനാകാൻ പറ്റുകയില്ലെന്ന് മേളിൽ എഴുതിയിരിക്കുക. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. സ്പഷ്ടം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ പറ്റുകയില്ല. അപ്പൊ ചെയ്തുകൊണ്ട് മനുഷ്യന് നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിരുന്ന ക്ലോസ് ഇതാണ്, ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. വായിച്ചോ വാക്ക്. ചെയ്യുന്ന മനുഷ്യൻ. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ചെയ്യുന്നവൻ. നോക്കി ചെയ്യുന്നവർ എന്നല്ല, ചെയ്യുന്നവൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗുലർ ആണ്, പ്ലൂറൽ അല്ല, ഏകവചനമാണ്, ബഹുവചനമല്ല. ഒന്നുകൂടെ നോക്കിയ വാക്ക്. അത് ചെയ്യുന്നവർ എന്നല്ല, ചെയ്യുന്നവൻ. നോക്കിയ വാക്ക്. അത് ചെയ്യുന്നവർ എന്നല്ല, ചെയ്തവൻ, ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. സോ 418-ലധികം ലിഖിത അലിഖിത കൽപ്പനകൾ നോക്കിക്കൊണ്ടിരുന്നത് ചെയ്യുന്നവനെയാണ്. അതായിരുന്നു യേശു. ഹല്ലേലൂയ. ചെയ്തു കഴിഞ്ഞു. അതാ ക്രൂശിൽ യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്.
സകലവും ഞാൻ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ക്രൂശിൽ എല്ലാം ചെയ്തതിന്റെ ആഘോഷമായി ഇവിടെ നടക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. 418 ലിഖിത കൽപ്പനകൾ നോക്കിക്കൊണ്ടിരുന്നത് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ്. ചെയ്യുന്നവൻ ജീവിക്കും, ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ചെയ്യാത്തവനോ ശപിക്കപ്പെടും. ചെയ്യാത്തത് കൊണ്ട് മുഴുവൻ മാനവരാശിയും ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാഞ്ഞത് കൊണ്ട് ശാപത്തിന്റെ കീഴിലായപ്പോൾ ഇവിടെ ഇതാ ഒരുവൻ ചെയ്യുവാൻ കഴിയുന്നവനായി ജനിച്ചു. അവന്റെ പേരത്ര യേശു. യേശു വന്നു, യേശു വന്നു, ഹല്ലേലൂയ, യേശു വന്നു. അവിടുത്തെ ചോദിച്ചു, ന്യായപ്രമാണത്തെ നീക്കാനാണോ നീ വന്നത്? യേശുവിന്റെ മറുപടി എന്തായിരുന്നു? നീക്കാനല്ല, നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. യോർദാന്റെ കടവിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുമ്പോൾ യേശുവിന്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. യോഹന്നാൻ കൊടുത്ത മാനസാന്തര സ്നാനം യേശു ഏൽക്കുമ്പോൾ യേശു പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടത് നമുക്ക് ഉചിതം. യേശു 3.5 വർഷം മുമ്പ് പറഞ്ഞത് നിവൃത്തിയാകണമെന്നാണ്. എന്നാൽ 3.5 വർഷത്തിന് ശേഷം കുരിശിൽ കിടന്ന് പറയുന്നു, നിവൃത്തിയായി, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. 412 കൽപ്പനകൾ നോക്കി നിന്ന ആ മനുഷ്യൻ ഇതാ വന്നിരിക്കുന്നു. ഏതാ മനുഷ്യൻ? ചെയ്യുന്ന മനുഷ്യൻ. ഏതാ മനുഷ്യൻ? ചെയ്യുന്ന മനുഷ്യൻ. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല. 12ാമത്തെ വാക്യമല്ലേ മോനെ വായിച്ചോ? ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നു. പിന്നെയോ അത് ചെയ്യുന്നവൻ ജീവിക്കും. പ്രവൃത്തി കൊണ്ട് ജീവിക്കും. അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ആധാരം. പ്രവൃത്തി കൊണ്ട് ജീവിക്കും. എന്നാൽ ഈ പ്രവൃത്തി ചെയ്ത് എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പറ്റാഞ്ഞപ്പോഴാണ് യേശു വന്ന് പ്രവർത്തിച്ച് എന്നെയും നിങ്ങളെയും വിശ്വാസത്താൽ ജീവിപ്പിച്ചത്. ഹല്ലേലൂയ. യേശു പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു ജീവൻ നിങ്ങളിലേക്കും എന്നിലേക്കും വരികയാണ്. ആ ജീവൻ എന്നിലും നിങ്ങളിലും വന്നതുകൊണ്ടാണ് നിങ്ങളും ഞാൻ യേശുവിന്റെ ജീവൻ പ്രാപിച്ച് ക്രിസ്ത്യാനികളായി മാറിയത്. യേശുവിന്റെ ജീവനിൽ നടന്ന് ക്രിസ്തീയ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എന്നാ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, എങ്ങനെ ഇന്നൊരു വ്യക്തിക്ക് ശാപത്തിന്റെ കീഴിലാകാൻ കഴിയും? വിശ്വാസത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് പോലും ശാപത്തിന്റെ കീഴിലാകാൻ കഴിയുകയില്ല. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്ന വലിയ വിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, എന്റെ ശാപം മാറാൻ ഞാൻ പലതും ചെയ്ത് രക്ഷപ്പെട്ടോളാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പ്രവൃത്തിയുടെ കീഴിൽ ആശ്രയിക്കുന്നവനെല്ലാം ശാപത്തിന്റെ കീഴിലാണ്. എന്നാൽ പ്രവർത്തിച്ചവനെ ആശ്രയിക്കുന്നവരെല്ലാം അനുഗ്രഹത്തിന്റെ കീഴിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രവൃത്തിയുടെ കീഴിൽ ആശ്രയിക്കുന്നവരെല്ലാം ശാപത്തിന്റെ കീഴിലാണ്. എന്നാൽ പ്രവർത്തിച്ചവൻ ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. കുരിശിലായിരുന്നു അവിടുത്തെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. അതുകൊണ്ടായിരുന്നു കുരിശിൽ ഒടുവിലത്തെ വാക്കായി അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവേ അങ്ങയുടെ പൂർത്തീകരണ പ്രവൃത്തിക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ശാപമാ, ശപിക്കപ്പെട്ടതാ, ഇതെന്തോ വലിയ ശാപമാ എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് പ്രവൃത്തിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കയറുമ്പോൾ തന്നെ പൊട്ടി 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 മാറിയിട്ട് അതിനകത്തേക്ക് അന്ന് അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം നടുവിൽ യേശുവിനെ നിർത്തിയിട്ട് യഹൂദന് കൊടുത്തത്, യേശുവിലൂടെ ജാതികളായ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരുവാൻ കർത്താവ് ഒരുക്കിയ മഹാപദ്ധതിക്കായിട്ട് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇന്ന് ശാപത്തിന്റെ കീഴിലാകാൻ, ശപിക്കപ്പെടാൻ ആളെ നോക്കണ്ട. ആരും ശപിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ ക്രൂശിലെ പ്രവർത്തികളെ ഡിനൈ ചെയ്താൽ മതി. When you refuse the finished work of Jesus, when you reject the finished work of Jesus, യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയെ ഞാൻ തിരസ്കരിക്കുമ്പോൾ, എൻ്റെ സ്വയപ്രവൃത്തിയിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ, എൻ്റെ ശാപം മാറാൻ വേണ്ടി ഞാൻ ചെയ്തേക്കാം, ഞാൻ 3 ഇരുന്നേക്കാം, 7 ഇരുന്നേക്കാം, 14 ഇരുന്നേക്കാം, ഉരുണ്ടേക്കാം, നീന്തിയേക്കാം, തുള്ളിയേക്കാം, ചാടിയേക്കാം, എപ്പോഴെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴോ കർത്താവ് പറയും, ഞാൻ ചെയ്തത് വിശ്വസിച്ചിട്ടല്ലാതെ ശാപത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ പറ്റുകയില്ല. എന്നാൽ ആരിന്ന് നെഞ്ചിൽ കൈവച്ച് പറയും, മരത്തിന്മേൽ യേശു തൂങ്ങിയത് എൻ്റെ ശാപം മാറാൻ വേണ്ടിയാ. ആ യേശു മരത്തിൽ തൂങ്ങിയ പിന്നെ ഒരു ശാപം എന്നിൽ അവശേഷിക്കുന്നില്ല എന്നുറപ്പുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ചുകൊണ്ട്, ഇത്രയും ജനം ഇന്നിവിടെ വന്നിരിക്കുന്നു, കരങ്ങളെ അടിച്ചുകൊണ്ട് ഒന്ന് യേശുവിനെ സ്തോത്രം ചെയ്ത് ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളുടെ വീടുകളിലേക്ക് സത്യം ഇറങ്ങട്ടെ.
ആരെല്ലാം നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ശാപവാക്കുകൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പ്രവൃത്തിയിൽ ആശ്രയിക്കാത്ത എത്രയും കാലം വന്നതൊക്കെ നിങ്ങളിവിടെ പാസ് ഓവർ ആകുമെന്നല്ലാതെ, കടന്നു പോകുമെന്നല്ലാതെ അതൊന്നും നിങ്ങളുടെ മേൽ ബാധിക്കയില്ല. അസൂയ കണ്ണുകൾ ആയിരങ്ങൾ ഒരുമിച്ച് നിരന്തര ശാപത്തിന്റെ അസഭ്യവാക്കുകൾ പറഞ്ഞാലും അവരുടെ നടുവിൽ മതി എന്ന് പറയുവോളം നീ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ! എങ്ങനെയൊക്കെ വർദ്ധിക്കാമോ അങ്ങനെയൊക്കെ വർദ്ധിക്കപ്പെടൂ. എന്നിട്ട് പലരും ചോദിക്കും, ഇത്രയും ശപിച്ചിട്ടും നീ എന്നാടാ ശപിക്കപ്പെടാത്തെ? അപ്പൊ അവരോട് പറയണേ, എന്റെ ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്ന ഗലാത്യർ 3:13 യേശു മരത്തിന്മേൽ തൂങ്ങിയത് ഞാൻ ശാപമാകാതിരിക്കാൻ വേണ്ടിയാ. യേശു മരത്തിന്മേൽ തൂങ്ങിയ പിന്നെ ആര് ശപിച്ചിട്ടും ഒരു കാര്യമില്ല. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാ ഞാൻ. ഉറപ്പുണ്ടെങ്കിൽ അക്കരമൊന്ന് അടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാ ഞാൻ. അനുഗ്രഹത്തെ കുറിച്ച് കേൾക്കാൻ വിളിക്കപ്പെട്ടവനല്ല, അനുഗ്രഹം കാണാൻ വിളിക്കപ്പെട്ടവനല്ല, അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാന്ന് ഉറപ്പുണ്ടെങ്കിൽ പരിധി കൂടാതെ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഇപ്പോൾ തന്നെ. ഓ ഹല്ലേലൂയ! നീ ഇന്നാരൊക്കെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നു അവർക്ക് മുഴുവൻ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാം. എന്നിട്ട് ആ കൃപയുടെ സിംഹാസനത്തിന് കീഴിലേക്ക് വന്ന് ആ സാഷ്ടാംഗം വീണ്ടും പറയാം, എൻ്റെ കർത്താവേ, ഞാനാകുന്നത് കൃപയാലാകുന്നു. ഒന്ന് പറഞ്ഞ്, ഞാനാകുന്നത് കൃപയാലാകുന്നു. കരമുയർത്തി ഒന്ന് പറയാമോ, ഞാനാകുന്നത് കർത്താവിൻ്റെ കൃപയാലാകുന്നു. വായു തുറന്നൊന്ന് പറയാമോ, ഞാനാകുന്നത് കർത്താവിൻ്റെ കൃപയിലാകുന്നു. ഹല്ലേലൂയ! എങ്ങനെ ശപിക്കപ്പെടാം? വെരി സിമ്പിൾ. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം? വെരി സിമ്പിൾ. രണ്ടും നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുക. എങ്ങനെ ശാപമാകാം? എങ്ങനെ ശപിക്കപ്പെടാം? ഹല്ലേലൂയ! എങ്ങനെ ശപിക്കപ്പെടാം? പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിന്റെ കീഴിലാകുന്നു. യേശുവിന്റെ പ്രവൃത്തിയിൽ, സ്വയപ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിന്റെ കീഴിലാകുന്നു. യേശുവിന്റെ ക്രൂശിലെ പെർഫെക്റ്റ് വർക്കിനെ, പൂർത്തീകരണ പ്രവൃത്തിയെ വിശ്വസിക്കുന്നവൻ അനുഗ്രഹത്തിന്റെ കീഴിലാകുന്നു. ഏത് അനുഗ്രഹത്തിന്റെ കീഴിലായിരുന്നു? പറഞ്ഞു വെച്ച അനുഗ്രഹത്തിന്റെ കീഴിൽ. ഏതാ പറഞ്ഞു വെച്ച അനുഗ്രഹം? അബ്രഹാമിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ! അബ്രഹാമിന്റെ തല ചുറ്റിപ്പോയ ഒരു വാക്കായിരുന്നു അബ്രഹാമിനോട് പറഞ്ഞത്. അബ്രഹാത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാക്കായിരുന്നു. കാരണം യഹൂദന്റെ തലതൊട്ടപ്പനെ വിളിച്ചിട്ട് ജാതികൾ നിന്നിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ, ജാതികൾ എന്ന് കേട്ടാൽ തീണ്ടലുള്ള മനുഷ്യനെ നോക്കിയിട്ട് പറയുക, തൊട്ടാൽ തീണ്ടലുള്ള മനുഷ്യനെ നോക്കിയിട്ട് പറയുക, നിന്നിൽ ജാതികൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അബ്രഹാം ചിന്തിച്ചു, എങ്ങനെയാടാ പരിച്ഛേദന എന്ന കൽപ്പന കൊണ്ടുവന്ന് മക്കളെ പരിച്ഛേദന കഴിപ്പിച്ച യഹൂദ ക്രമപ്രകാരം ജീവിച്ച എന്നിൽ എവിടുന്നാടാ ജാതികൾ വരാൻ പോകുന്നേ? അബ്രഹാമേ, ഇസ്ഹാക്കിലൂടെ അല്ല, യാക്കോബിലൂടെ അല്ല, യോസഫിലൂടെ അല്ല, സന്തതി പരമ്പരകൾ പലത് കഴിയുമ്പോ ഒരു യോസഫ് ഉണ്ടാകും. ആ യോസഫ് ഒരു മറിയയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിൽ ഒരുവൻ ജനിക്കും. അവന്റെ പേരത്ര യേശു. ഹല്ലേലൂയ! ആ യേശു ജാതികളിലേക്ക് ഇതിനെ തിരിച്ചുവിടും. ആ ജാതികളിലേക്ക് തിരിച്ചു വിട്ടത് കൊണ്ടാ ഇന്ന് രാത്രി ഇത്രയും പേര് ഈ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നിരിക്കുന്നത്. യേശു വഴിയായി ഈ അനുഗ്രഹം ജാതികളിലേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നതുകൊണ്ട് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. എങ്ങനെ ശപിക്കപ്പെടാം? പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ മതി. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം? വിശ്വാസത്തിൽ ആശ്രയിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നിങ്ങളാണ് തീരുമാനിക്കുന്നത് ശാപത്തിൽ തുടരണമോ അനുഗ്രഹത്തിൽ തുടരണമോ എന്ന്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നിങ്ങളാണ് തീരുമാനിക്കുന്നത് ശാപത്തിൽ തുടരണമോ അനുഗ്രഹത്തിൽ തുടരണമോ എന്ന്. എങ്ങനെയാണ് ശാപം മാറിയത്? എങ്ങനെയാണ് അനുഗ്രഹം വന്നത്? ഇതിന്റെ വിശേഷണമായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെയും അല്പം കൂടെ ഈ ഭാഗം ഞാൻ വിശദീകരിക്കാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ദൈവമക്കളെ, ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ശാപം മാറാൻ നിങ്ങളും ഞാനും ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. കാരണം നിങ്ങളുടെ ശാപം നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ 2015 വർഷങ്ങൾക്ക് മുമ്പ് ഗലാത്യർ 3:13 പറയുന്നത് പോലെ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കെ യേശു ആ മരത്തിന്മേൽ തൂങ്ങി എന്റെ ശാപത്തെ വിലക്ക് വാങ്ങി. ശാപത്തിനകത്തുനിന്ന് എന്നെ വിലക്ക് വാങ്ങി. കരമടിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം ഒന്ന് കൊടുത്താട്ടെ. ഗലാത്യർ 3:13 ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഇതിന്റെ ചില ആശയങ്ങളുടെ തുറക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇവിടെയാണ് സംഭവിച്ചത് അറിയേണ്ടത്. ഇവിടെ ശാപത്തിന്റെ ഒരു ട്രാൻസ്ഫർ ആണ് നടന്നത്. യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഓൺ ബിഹാഫ് ഓഫ് us he became curse. യേശു നിങ്ങൾക്ക് പകരം ശാപമായി തീർന്നു.
ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ മറുഭാഗം എന്താന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാൻ കഴിയും. യേശു എനിക്ക് പകരം ശാപമായെങ്കിൽ ആ യേശുവിൽ ഞാൻ ഇനി എന്തോ ആകണ്ടേ? അനുഗ്രഹമാകണം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. യേശു എനിക്ക് പകരം ശാപമായെങ്കിൽ, ഞാൻ ശപിക്കപ്പെട്ട സ്ഥാനത്ത് യേശു ശപിക്കപ്പെട്ടുവെങ്കിൽ, ഇനി എനിക്ക് എന്താ ഉള്ളത്? ആ യേശുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ചേർന്നൊന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഓ, വായി തുറന്നൊന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇവിടെ മുഴുവൻ പഴയ നിയമത്താളുകളും ന്യായപ്രമാണവും ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ ഹല്ലേലൂയ. ഒരു സന്തതിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4 വാക്യത്തിൽ നിന്ന് ദൃഷ്ടാന്തം പെട്ടെന്ന് വിശദീകരിക്കും. ശ്രദ്ധിച്ച് കേട്ടോണം. 4 വാക്യത്തിനകത്തുനിന്ന് ഈ ദൃഷ്ടാന്തം പെട്ടെന്ന് വിശദീകരിക്കും. മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തന്നെ അത് ചെയ്യുന്നു. 12ാമത്തെ വാക്യം നോക്കിക്കോ. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഇവിടെ ന്യായപ്രമാണം കാത്തിരിക്കുന്നു അത് ചെയ്യുന്നവനെ കാണാൻ. ഒന്നുകൂടി ആ വാക്യം. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. Them shall live in them. He that doeth, he who that doeth, ചെയ്യുന്നവൻ. ഓക്കെ, ഇനി താഴേക്ക് വന്നാട്ടെ. ഓക്കെ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം. 13ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. ഇവിടെ തൊട്ടടുത്ത് 4 ദൃഷ്ടാന്തം പെട്ടെന്ന് പറഞ്ഞ അവസാനം ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത് 12ാമത്തെ വാക്യം ചെയ്യുന്നവൻ. ഓക്കെ, രണ്ടാമത്തേത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ. ഓക്കെ, 2 പദം എന്നോട് ചേർന്ന് പറഞ്ഞേ. ചെയ്യുന്നവൻ മരത്തിന്മേൽ തൂങ്ങുന്നവൻ. ഓക്കെ, ഇനി താഴേക്ക് വായിച്ചേ. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്. 16ാമത്തെ വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന്. അബ്രഹാമിനും അവന്റെ സന്തതിക്കും. അടിവരയിടുക പദത്തിന്. സന്തതികൾക്കും എന്ന് പലരെ കുറിച്ചല്ല. അടുത്തത് വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല. അടുത്തത് നിന്റെ സന്തതിക്കുമെന്ന്. ഏകനെ കുറിച്ചാ പറഞ്ഞത്. അത് ക്രിസ്തു തന്നെ. എന്നാ ക്ലിയർ അത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ. മേളത്തോട്ട് വന്നാട്ടെ. മൂന്നെണ്ണം വിശദീകരിച്ചു കഴിഞ്ഞു. ചെയ്യുന്നവൻ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ, ചെയ്യുന്നവൻ, സന്തതി. ഇവിടെ ഒന്നും ബഹുവചന പ്രയോഗം അല്ല ഉപയോഗിച്ചിരിക്കുന്നേ. ഓ ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞത് സന്തതികൾ എന്ന ആശയത്തിലല്ല, സന്തതിക്ക് എന്ന ആശയത്തില. ആ സന്തതി ആരായിരുന്നു? അതാ ഇവിടെ വിശദീകരിക്കുന്നത്. താഴേക്ക് വാക്യം വായിച്ചോ. 16ാമത്തെ വാക്യം അല്ലേ. എന്നാൽ അബ്രഹാമിന് അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന്. നിന്റെ സന്തതിക്ക് എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. ഏകൻ ഒന്ന് പറഞ്ഞേ. ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. ഏകവചനത്തിൽ ഉപയോഗിച്ച് ഒരുവനെ കുറിച്ചാ പറഞ്ഞേ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എന്ന് ഒരുവനെ നോക്കിയാ പറഞ്ഞേ. ഓ, ഇവിടെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എന്ന വാക്യം വിശദീകരിക്കുമ്പോൾ ഇൻവേർട്ടഡ് കോമ ഇട്ടാ വിശദീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത് ഉദ്ധരണിയാ. മുമ്പ് എമ്മോ പറഞ്ഞു വെച്ചത് ഇപ്പുറത്ത് എടുത്തിടുമ്പോഴാ തലയിൽ 2 കോമ ഇട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 കോമ ഇട്ടിട്ട് അതിനകത്ത് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? ബ്രാക്കറ്റ് പോലെ 2 കോമ. 13ാമത്തെ വാക്യം ഒന്ന് നോക്കി. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. മായുടെ മേളിൽ കണ്ടോ 2 ഇൻവേർട്ടഡ് കോമ. നോക്ക്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. മായുടെ മേളിൽ അവൻ. അതിന്റെ അവസാനം നിൽക്കുന്നത് 12ാമത്തെ വാക്യം നോക്കി. അത് ചെയ്യുന്നവൻ. അതിന്റെ മേളിൽ നോക്കി ഇൻവേർട്ടഡ് കോമ. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ചെയ്യുന്നവൻ ജീവിച്ചു. ചെയ്യുന്നവൻ ജീവിക്കും. ചെയ്യുന്നവൻ എന്ന് പലരെ കുറിച്ചല്ല, ചെയ്യുന്നവർ എന്നല്ല, ചെയ്യുന്നവരില്ല. ഓ, ഇവിടെയാണ് ആശയം തുറക്കണ്ടേ. ചെയ്യുന്നവരില്ല. ഹല്ലേലൂയ. ചെയ്യുന്നവരില്ല, ചെയ്യുന്നവനേ ഉള്ളൂ. ചെയ്യുന്നവൻ യേശുവാ, ചെയ്തവൻ യേശുവാ. ഒന്ന് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. തൂങ്ങുന്നവർ എന്നല്ല, തൂങ്ങുന്നവൻ. സന്തതികൾ എന്നല്ല, സന്തതി. ഓ, എത്ര പേര് കേട്ടു അത്. സന്തതി. ഏതാ?
ഏതായത് ഇപ്പൊ നിങ്ങളുടെ നാവിൽ ആ നാമം വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല. 16-ാം വാക്യത്തെ വിശദീകരിക്കും. 3:16 ഗലാത്യർ 3:16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. ഓ ഹല്ലേലൂയ. ഇത് വാസ്തവത്തിൽ ഇതിന്റെ ആശയം തുറക്കണമെങ്കിൽ നിങ്ങൾ ആ 15-ാമത്തെ വാക്യത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തുറക്കുന്നത്. അപ്പോസ്തലൻ 15-ാം വാക്യത്തിൽ അത് വിശദീകരിക്കുന്നത്. 15-ാം വാക്യം തൊട്ടേ 15 സഹോദരന്മാരെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ, ഇവരെ ഒന്ന് വിളിക്കട്ടെ, സഹോദരന്മാരെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. നിയമത്തിൽ കൂടിച്ചേരലില്ല. നിയമത്തിനകത്ത് നിയമം കൽപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചേരലില്ല. നിയമത്തിൽ ദൈവം കൽപ്പിച്ചപ്പോ എങ്ങനെയാ കൽപ്പിച്ചെന്നറിയോ? നിന്റെ സന്തതിക്കെന്നാ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ഇത് സന്തതികളിലേക്ക് ഇവൻ വഴി അല്ലാതെ കൊടുക്കാൻ നിവർത്തിയില്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. യേശു വഴിയല്ലാതെ ഇത് സന്തതികൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിയമത്തിൽ എങ്ങനെ പറഞ്ഞു വെച്ചോ അതുപോലെയാണ് യേശുവിൽ സംഭവിച്ചത്. അതാ ഗലാത്യർ 4:4 പറയുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. യേശു ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. യേശു ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന്. ന്യായപ്രമാണത്തിന് കീഴിൽ എന്താ സംഭവിച്ചത്? ന്യായപ്രമാണത്തിന് കീഴിൽ ശാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു മനുഷ്യനെ. കാരണം ന്യായപ്രമാണം പറഞ്ഞത് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ചെയ്യാത്തവനോ ശപിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത ഞാൻ എവിടെയായിരുന്നു? ശാപത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് ചെയ്ത് എന്നെ ഇതിൻ്റെ അകത്ത് രക്ഷിച്ചേ പറ്റുള്ളൂ. അതായിരുന്നു യേശു, മരത്തിന്മേൽ തൂങ്ങിയവൻ. ഓ ഹല്ലേലൂയ. സന്തതി ഒന്ന് പറഞ്ഞു, സന്തതി, മരത്തിന്മേൽ തൂങ്ങിയവൻ. ഹല്ലേലൂയ. ആ പദങ്ങളൊന്ന് പറഞ്ഞു ഒന്ന് സ്വീകരിച്ച് അതിനകത്തുള്ള അനുഗ്രഹത്തെ ഒന്ന് സ്വീകരിച്ചേ. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെ ശപിക്കപ്പെടാം? ഇത് 2015 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാ പ്രിയമുള്ളവരെ. മരത്തിന്മേൽ തൂങ്ങി, സന്തതികൾക്ക് എന്ന് പറയാതെ സന്തതിക്ക് എന്ന് പറഞ്ഞ്, ചെയ്യുന്നവൻ എന്ന് പറഞ്ഞ് വചനം പരിചയപ്പെടുത്തി. ഈ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ യേശുവിനെ 13 പ്രാവശ്യം എടുത്തിരിക്കുക. 13 പ്രാവശ്യം. ഈ 3-ാം അധ്യായത്തിൽ തന്നെ 13 പ്രാവശ്യം യേശുവിനെ എടുത്തിരിക്കുക. ഓരോ സ്ഥലത്തും യേശുവിനാൽ, യേശുവിനോടുകൂടെ. ഈ പദങ്ങൾ എടുത്തിട്ടിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനകാരൻ വിശദീകരിക്കുമ്പോൾ ഇവിടെ ശക്തമായിട്ട് പറയുക, യേശു വഴിയാണ് ഇത് മുഴുവൻ നിങ്ങളിലേക്ക് വന്നത്. ഇത് നിങ്ങൾ വില കൊടുത്ത് പ്രാപിച്ചതല്ല, ഇത് യേശു നിങ്ങൾക്ക് സൗജന്യമായി തന്നതാ. കരമടിച്ച് ഞാനിന്ന് തിരുത്തുക. എൻ്റെ ശാപം ഞാൻ വില കൊടുത്ത് പൊട്ടിച്ചതല്ല. എൻ്റെ ശാപം മാറാൻ വേണ്ടി ഞാൻ 1 രൂപ എൻ്റെ ദൈവത്തിന് കൊടുത്തിട്ടില്ല. രൂപ വാങ്ങി ശാപം പൊട്ടിക്കുന്ന പരിപാടി എൻ്റെ കർത്താവിൻ്റെ അല്ല. കരമടിച്ച് ആ സ്നേഹ സ്വരൂപനെ ഒന്ന് ആരാധിച്ചാട്ടെ. നിങ്ങളുടെ 1 രൂപ വാങ്ങിയിട്ട് ശാപം പൊട്ടിക്കുന്ന ഇടപാട് നമ്മുടെ കർത്താവിന്റെ ഇടപാടല്ല. നിങ്ങൾ രൂപ സമ്പാദിക്കുന്നതിന് മുമ്പേ, രൂപ സമ്പാദിക്കുവാൻ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, വചനം ഇങ്ങനെ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടിയതിന് യേശു മരത്തിന്മേൽ തൂങ്ങി. ഹല്ലേലൂയ. ഓരോ യഹൂദനും കുരിശെന്ന് പറയുന്നതിനെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഞാനും ഇന്ന് മാലയുടെ അഗ്രത്തിലെല്ലാം കുരിശിനെ കെട്ടിത്തൂക്കിയിട്ട് അങ്ങേയറ്റ ആദരവോടെ ബഹുമാനത്തോടെ അതേ തൊട്ടു പ്രാർത്ഥിച്ച് വണങ്ങി എല്ലാം കൊണ്ടു നടക്കുന്നു എങ്കിൽ യഹൂദന് കുരിശെന്ന് പറയുന്നത് എന്നാണെന്നറിയോ? ശാപത്തിന്റെ സ്ഥലമായിരുന്നു. അയ്യോ, കുരിശെ തറച്ചൊരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതിനപ്പുറത്ത് ആ മനുഷ്യനെ അപമാനിക്കാൻ ഒരു രംഗമില്ല. അവനെ കുരിശ് തറച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷയാണത്.
ഏറ്റവും ശാപമാണ്. ഏറ്റവും കുരിശിലേക്ക് ആരും നോക്കാൻ പോലും ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മൊട്ടക്കുന്നിൽ, ഗോൽഗോത്ത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എവറസ്റ്റ് പോലുള്ള വലിയ കൊടുപടിയൊന്നുമല്ല, ഒരു മൊട്ടക്കുന്നാണ്. ആ മൊട്ടക്കുന്നിന്റെ സൈഡിലൂടെ ഇങ്ങനെ മനുഷ്യർ വഴി നടക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ മനുഷ്യർ നടന്നു പോകുന്നവർ വായിക്കാൻ വേണ്ടിയാണ് ആ കുരിശിന്റെ മേലെടുത്ത് ഭാഷകളിൽ എഴുതി വെച്ചിരുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമെങ്കിൽ അറിയാം. കുരിശിൽ കടന്ന് വഴി പോകുന്നവർ, ആ വഴി പോകുന്ന ആ മലഞ്ചെരുവുകളുടെ പ്രത്യേകത അറിയാമെങ്കിൽ അറിയാം. അങ്ങേ തലക്കൽ വരുന്ന മനുഷ്യർ ഈ മൊട്ടക്കുന്നുകളുടെ സൈഡിലൂടെ വേണം, ഈ താഴ്വരയിലൂടെ വേണം ഇങ്ങനെ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുവാനായിട്ട്, മെയിൻ പട്ടണത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നടന്നു പോകുന്നവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് പറയും, ഇതേ ശാപം കിടക്കുന്നു, ദേ ശപിക്കപ്പെട്ടവൻ കിടക്കുന്നു, ദേ ശപിക്കപ്പെട്ടവൻ കിടക്കുന്നു, ദേ അക്ഷരാർത്ഥത്തിൽ അതാ സംഭവിച്ചത്. എൻ്റെ ശാപം അവിടെ ഇട്ടു, അവിടുത്തെ അനുഗ്രഹം ഇവിടെ ഇട്ടു. ഇന്ന് കരമടിച്ച് യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞ് സ്തുതിച്ചാരാധിക്കാൻ തുടങ്ങിക്കോ. ആ മഹത്വം ഇന്നിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, എന്റെ യേശുവേ. ഓ ഹല്ലേലൂയ. ഓരോരുത്തരും തലകുനിച്ച് ആ മുട്ടക്കുന്നിന്റെ ചോട്ടിലൂടെ നടന്നു പോകുമ്പം ആ മുട്ടക്കുന്നിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ പച്ചമാംസത്തെ നോക്കി പറഞ്ഞു, ശാപം ശാപം ശാപം. ഹല്ലേലൂയ. എന്നാൽ ആ നടന്നു പോകുന്നവരിൽ ചിലരെങ്കിലും വീട്ടിൽ പോയി പറഞ്ഞു, ഞാൻ അനുഗ്രഹമായി, ഞാൻ അനുഗ്രഹമായി. അവൻ ശാപത്തിലായി, ഞാൻ അനുഗ്രഹത്തിലായി. എത്ര പേര് പറയും യേശു ശാപത്തിലായി, ഞാൻ അനുഗ്രഹത്തിലായി? അതാ ഗലാത്യർ 3:13 നമ്മൾ വായിച്ചത്. നിങ്ങൾ അനുഗ്രഹമാകേണ്ടതിന്. ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. ഗലാത്യർ 3:13. യെസ്. ഓ ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എനിക്ക് വേണ്ടി. ഒന്ന് നെഞ്ചിൽ കൈയമർത്തി വെച്ച് പറ, ക്രിസ്തു എനിക്ക് വേണ്ടി. ആരാ പറയുന്നേ? ഉറക്കെ പറ, യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ യേശുവിൽ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആ യേശു ഇതാ കുരിശിൽ തൂങ്ങി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി. അടുത്തിരിക്കുന്ന ആളെ 2-3 പേർക്ക് കരം കൊടുത്തു പറ, വെറുതെ അല്ല, വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പൊ അത് വിലയ്ക്ക് വാങ്ങിയ അടിവരിട്ട് ഒന്നുകൂടെ വായിച്ചോ. അത് ഒന്നുകൂടെ വായിച്ചോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു ശാപമായി. എന്നിട്ട് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്. എന്നിട്ട് യേശു ശാപമായി അവിടെ കൊണ്ട് തീർന്നു എന്നല്ല എഴുതിയിരിക്കുന്നേ. ശാപമായി യേശു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്. നിയമത്തിന്റെ ശാപത്തിൽ. നിയമത്തിന്റെ ശാപം എങ്ങനെയാ എന്റെ മേലും നിങ്ങളുടെ മേലും വീണേ? ചെയ്യുന്നവൻ അനുഗ്രഹമാ, ചെയ്യാത്തവന് ശാപം. ചെയ്യാത്ത എനിക്ക് ശാപമായിരുന്നുണ്ടായിരുന്നേ. ശപിക്കപ്പെടാൻ വിധിക്കപ്പെട്ട എൻ്റെ മേല് ശാപം മാത്രം കിടന്നപ്പം ചെയ്തവൻ, ചെയ്യുന്നവൻ, ഹല്ലേലൂയ, മരത്തിന്മേൽ തൂങ്ങിയവൻ, സന്തതി, ഹല്ലേലൂയ, ഒരു സന്തതി വരാൻ വേണ്ടി. എൻ്റെ ലോ വാസ് വെയിറ്റിംഗ് ടു സീ ദ സൺ. മുഴുവൻ ന്യായപ്രമാണവും സന്തതിയെ കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു. ആരെയും കൊണ്ടാണ് എഴുതി വെച്ച നിയമത്തെ പൂർത്തീകരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇനി ഇതിനകത്ത് കൂട്ടിച്ചേരാൻ പറ്റുകയില്ല. ഈ എഴുതി വെച്ച ശേഷം ഇതിനകത്ത് കൂട്ടിച്ചേരാൻ പറ്റില്ല. കാരണം സന്തതി വന്നതിനെ ചെയ്യുന്നവൻ വരുമെന്ന് എഴുതി വെച്ചു. ചെയ്യുന്നവനെ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും. അങ്ങനെ ഇരുന്നപ്പോഴിതാ കാലത്തികവിങ്കൽ ചെയ്യുന്നവൻ വന്നു, ചെയ്തു. ചെയ്തിട്ട് എന്നെ അടച്ചു വെച്ച ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങി. ഏതിനകത്ത് കൊണ്ടുവന്നു? പത്രോസ്ലീഹ പറയുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ 1 പത്രോസ്ലീഹ എഴുതി 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവെഴുത്തിൽ പറയുന്നു, ശകാരത്തിന് പകരം ശകാരവും, ദോഷത്തിന് പകരം ദോഷവും. ദോഷത്തിന് പകരം ദോഷവും, ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ. എന്നോട് ചേർന്ന വചനം ഒന്ന് കരമുയർത്തി പറയാൻ താല്പര്യമുണ്ടോ? വീടുകളിലേക്ക് അത് വ്യാപരിക്കട്ടെ, വീടുകളിലേക്ക് അത് വ്യാപരിക്കട്ടെ, വീടുകളിലേക്ക് അത് വ്യാപരിക്കട്ടെ. ശകാരത്തിന് പകരം ശകാരവും, ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ചേർന്ന് പറഞ്ഞു അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, അനുഭവിക്കപ്പെടേണ്ടതിന്. ചേർന്ന് പറഞ്ഞു അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്.
വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം പിടിച്ചു കുലുക്കെന്ന് പറഞ്ഞ് വീടിനകത്തിരുന്ന് ടെലിവിഷനിലൂടെ കേൾക്കുന്ന മക്കൾ ആധാരം തുറന്നങ്ങ് പറഞ്ഞ് നിങ്ങളുടെ വീടിനകത്ത് അഭിഷേകം അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ അനുഗ്രഹം കേൾക്കാൻ വന്നയാളല്ല, അനുഗ്രഹം കാണാൻ വന്നയാളല്ല. വല്ലവനും അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ കണക്കെടുക്കാൻ വന്നതല്ല. വല്ലവരും അനുഗ്രഹിക്കപ്പെടുമ്പോൾ അനുഗ്രഹിക്കപ്പെടാത്ത ഞാൻ അസൂയോടെ മാറി നിന്നിട്ട് യേശുവിന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണെന്ന് പറഞ്ഞ് സ്വയം സമാധാനത്തിൽ കയറുന്ന പരിപാടിയല്ലിത്. ഈ വചനം എഴുതി വെച്ചത് ഉറക്കെ അങ്ങ് വിശ്വാസത്താൽ ആധാരം തുറന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടയാളാ. ഓ, ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ. ഓ, ഗലാത്യർ 3 പറഞ്ഞു, നിങ്ങളെ 3:13 പറഞ്ഞു, നിങ്ങളെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. എന്തിനു വാങ്ങി? അനുഭവിക്കാൻ വാങ്ങി. എന്നത് അനുഭവിക്കാൻ വാങ്ങി, അനുഗ്രഹം അനുഭവിക്കാൻ വാങ്ങി. ഒന്ന് പറഞ്ഞു, എന്തിനു വാങ്ങി? അനുഗ്രഹം അനുഭവിക്കാൻ വാങ്ങി. ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എവിടുന്ന് എങ്ങോട്ടെന്നെ വിലക്ക് വാങ്ങി. എവിടുന്ന് എങ്ങോട്ടെന്നെ, ഉറക്കെ പറ, എവിടുന്ന് എന്നോട്ടെന്നെ വിലക്ക് വാങ്ങി. ചേർന്നറിയാവുന്ന ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞു, എവിടുന്ന് എങ്ങോട്ടെന്നെ വിലക്ക് വാങ്ങി. ഗലാത്യർ 3:13 ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്ക പോലെ യേശു ശാപത്തിന്റെ കീഴിലായി, ശാപത്തിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ ശാപം ചെയ്യുന്നവനെ അനുഗ്രഹിക്കപ്പെടൂ എന്ന നിയമത്തിന്റെ കീഴിൽ ചെയ്യാത്ത ഞാൻ ശാപഗ്രസ്തനായി ശപിക്കപ്പെട്ടവനായി കിടന്നപ്പോ ചങ്കിലെ ചോരലെടുത്ത് എന്നെ അവൻ വിലക്ക് വാങ്ങി. എന്തിനാ വിലക്ക് വാങ്ങിയത്? അനുഗ്രഹം അനുഭവിക്കാൻ. അനുഗ്രഹം അനുഭവിക്കാൻ. യേശുവിന്റെ മാർഗം കഷ്ടതയുടെ നിരാശയുടെ കണ്ണുനീരിന്റെ മാർഗമാണെന്ന് ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, തിരുത്തി എഴുതിക്കണം. ഇത് അനുഗ്രഹത്തിന്റെ മാർഗമാണ്. മതി എന്ന് പറയുവോളം അനുഗ്രഹിക്കപ്പെടും. ഈ ലോകത്തിന്റെ പ്രഭു അല്ല അനുഗ്രഹിക്കപ്പെടുന്നേ, നിങ്ങളെ നിർമ്മിച്ച അസൂയയില്ലാത്ത നിങ്ങളുടെ അനുഗ്രഹം. ഓ ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിക്കാൻ മടിയില്ലാത്ത എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തു. ആ കൃപ ഇന്നിവിടെ ഇറങ്ങുക ബ്രദറെ, ആ കൃപ ഇന്നിവിടെ ഇറങ്ങുക. എങ്ങനെ ശാപത്തിന്റെ കീഴിലാകാം? വെരി സിമ്പിൾ. യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയെ ഡിനൈ ചെയ്താൽ മതി. എങ്ങനെ ശാപത്തിന്റെ കീഴിലാകാം? യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയെ തിരസ്കരിച്ചാൽ മതി. ഞാൻ പറയുന്ന അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വന്ന് ചോദിക്കട്ടെ. How can you be under curse? Well, to tell you, I have gone through many experiences. My life there was no answer for me. But now I believe that this is the answer. ഇവിടെയാണ് ഉത്തരം, ഇവിടെയാണ് ഉത്തരം. ജീസസ് ഇന്ന് ഹല്ലേലൂയ. എങ്ങനെ അനുഗ്രഹത്തിലേക്ക് കയറാം? ഒന്നുമില്ല കേട്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളുടെ കീശയിലെ കാശ് കൊടുത്ത് അനുഗ്രഹത്തിലേക്ക് കയറേണ്ട ഗതികേട് നിങ്ങൾക്കില്ല. ഇന്ന് ഇവിടെ ഇരിക്കുമ്പം യേശുവേ, ഗലാത്യർ 3:13 എനിക്ക് വേണ്ടിയാ. എന്നെ സിമ്പിളാ അല്ലേ? സുവിശേഷം എന്ത് ലളിതമാ അല്ലേ? എൻ്റെ കർത്താവേ, മരത്തിന്മേൽ അങ്ങ് തൂങ്ങിയത് ഞാൻ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കയറാൻ വേണ്ടിയാന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഒറ്റ ഒരാള് പറയുമ്പോണ്ടല്ലോ, മുഴുവൻ ശാപം അവിടെ പൊട്ടുകയാണ്. വാസ്തവത്തിൽ ശാപമുക്തി ശുശ്രൂഷകളിൽ നടക്കേണ്ടത് ഇതാണ്. യഥാർത്ഥ ശാപം വ്യക്തികളെ കൊണ്ടിരുന്ന ആരാന്നറിയാമോ? നിയമബന്ധിത പ്രസംഗങ്ങളിൽ മനുഷ്യനെ വലയ്ക്കുന്നവരാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ആലോചനകളുടെ അകത്ത് ജനത്തെ ബന്ധിക്കുന്നവരാണ് റിയൽ ശാപം ജനത്തിന്മേൽ കൊണ്ടുവരുന്നവർ. എന്നാൽ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ വിശ്വാസത്താൽ ആര് വിളിച്ചു പറയുന്നു, അവരോട് വചനം വ്യക്തമായിട്ട് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എത്ര പേര് ഞാൻ ഈ പറയുന്ന വചനത്തെ മനസ്സിലാക്കുന്നു? എത്ര പേര് ഞാൻ ഈ പറയുന്ന വചനത്തെ ഇന്ന് വളരെ പേഴ്സണലായിട്ട് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളുടെ അടുക്കൽ വന്ന് ഇത് പറയാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ശപിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്.
ശാപത്തിന് പേര് കേട്ട ആരും വന്ന് നിങ്ങളെ ശപിക്കണ്ട. ഏതെങ്കിലും ചുട്ടുകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദി നിങ്ങളുടെ വീട്ടിൽ വന്ന് ശപിക്കേണ്ട ഗതികേടില്ല ശാപത്തിന്റെ കീഴിൽ ആകാൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. ശാപത്തിന്റെ കീഴിലാകണമെങ്കിൽ യേശു ശാപം വഹിച്ചു എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ശാപം മാറാൻ വേണ്ടി എന്നേലും ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ മതി. ചെയ്യുമ്പോൾ അതിനൊരു സുഖം തോന്നും, പക്ഷേ ചെയ്യുന്നത് വലിയ അപകടമാണ്. എന്നാൽ വിശ്വസിക്കുന്നത് വലിയ വിടുതലാണ്, വലിയ വിടുതലാണ്, വലിയ വിടുതലാണ്. ഇന്ന് ശാപം മാറാൻ വേണ്ടി ചെയ്ത് മടുത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തുകയെ. എൻ്റെ ബ്രദറെ, ഈ ശാപം ഒന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചെയ്ത് മുടിഞ്ഞ വീടാ എൻ്റെ എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിക്കാട്ടെ. നിങ്ങൾക്കിന്ന് വിടുതലിന്റെ ദിവസമാണ്, നിങ്ങൾക്കിത് വിടുതലിന്റെ ദിവസമാണ്. എൻ്റെ ബ്രദറെ, എൻ്റെ വീട്ടിൽ നിന്ന് ഈ ശാപം ഒന്ന് മാറാൻ വേണ്ടി എത്ര ലക്ഷക്കണക്കിന് രൂപ അവരാദ്യം പറഞ്ഞ അവിടെ വന്ന് ഇത് ചെയ്യും, ഇവിടെ വന്ന് ഇത് ചെയ്യും, ഇതെല്ലാം ചെയ്തിട്ടും ഒരു ഗതിയും പരഗതിയും ഉണ്ടാകുന്നില്ല, ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ആ ശാപം തളം കെട്ടി നിൽക്കുക. ഇന്നൊരു കാര്യം പറയട്ടെ, ചെയ്തങ്ങ് നിർത്തും. വിശ്വാസം അങ്ങ് തുടങ്ങ, വിശ്വാസം അങ്ങ് തുടങ്ങ, വിശ്വാസം അങ്ങ് തുടങ്ങ. എന്നതാ വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്നതാ ആശിക്കുന്നേ? 2015 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് കാൽവരി കുരിശിൽ, കാൽവരി കുരിശിൽ അവിടുന്ന് തൂങ്ങിയപ്പം എൻ്റെ ശാപം വഹിച്ചു എന്ന് ഒന്ന് വിശ്വസിക്കുക, ഒന്ന് ആശിക്കുക, ഒന്ന് ഉറപ്പിക്കുക. എന്നിട്ട് പറ, ഇനി ശാപത്തിൽ തുടരാൻ സൗകര്യമില്ല, ഇനി ശാപത്തിൽ തുടരാൻ പറ്റുകയില്ല. കാരണം എന്നെ ഒരാൾ വില കൊടുത്ത് ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങി. ഓ, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. ശാപത്തിൽ നിന്ന് എന്നെ ഒരാൾ വിലക്ക് വാങ്ങി. നെഞ്ചിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്ത യേശുവേ, അപ്പാ പിതാവേ എന്നു വിളിക്കും മകനായി മാറ്റിയോനേ.